പ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: വിശ്വാസം കാണാത്ത ദൈവത്തെ ഉറപ്പോടെ പിടിച്ചു നിൽക്കുക. ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു: കാണാത്ത ദൈവത്തെ ഉറപ്പോടെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക. ഒരിക്കൽ കൂടെ പറയാം, നിങ്ങളുടെ അകത്തേക്ക് കയറാൻ വേണ്ടി: കാണാത്ത ദൈവത്തെ ഉറപ്പോടെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. എല്ലാ കണ്ണുകളടഞ്ഞിരുന്നാട്ടെ. ദൈവത്തോടൊരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് ഈ വചന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്തിട്ട് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സാക്ഷിയിൽ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇറങ്ങി തിരിച്ച നാളിനേക്കാൾ ശക്തമായൊരു വിശ്വാസം, ദൈവത്തിൽ അടിയുറച്ച ഒരു വിശ്വാസം ഇന്ന് പകലിൽ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഒന്ന് നൽകണം. നമുക്കെല്ലാവർക്കും ദൈവത്തെപ്പറ്റി നല്ല ധാരണയുണ്ട്, അല്ലേ? ബൈബിളിനെ പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ഞാനടക്കം ഒന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മിൽ വിശ്വാസം വർദ്ധിച്ചതായിട്ട് കാണുമോ, കുറഞ്ഞതായിട്ട് കാണുമോ? ഇന്ന് പകലിൽ നിങ്ങളോട് പറയാനുള്ള ദൈവിക സന്ദേശം എന്ന് പറയുന്നത്, ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അവനിലൊന്ന് വിശ്വസിക്കണം, ഉറപ്പോടെ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് കാണാത്ത ദൈവത്തോട് വിശ്വസിക്കുന്നത് പോലെ ഒന്ന് വിശ്വസിച്ചിട്ട് ആ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് പറയണം: ഈ പ്രശ്നത്തിനൊക്കെ അകത്തും ആ കാണപ്പെടാത്ത ദൈവം ഇറങ്ങി വന്നിരിക്കുമെന്ന്. ദൈവത്തെപ്പറ്റി വലിയ ധാരണ ഉണ്ടെങ്കിൽ അവനിൽ വിശ്വാസത്തിനും കുറവ് വരരുത്. ദൈവത്തെപ്പറ്റിയുള്ള അറിവ് തലയ്ക്കകത്ത് വെച്ചിട്ട് ഹൃദയത്തിനകത്ത് വിശ്വാസം വെച്ചിട്ട് പറയണം: അപ്പൻ അത് ചെയ്തെടുക്കും. അറിവ് പറയും ദൈവത്താൽ കഴിയുമെന്ന്, വിശ്വാസം പറയണം അത് ചെയ്തെടുക്കുമെന്ന്. ഒന്നും കൂടെ പറയാം: ദൈവം കഴിയുമെന്ന് അറിവ്, നിന്റെ ബുദ്ധി പറയും ദൈവത്താൽ കഴിയുമെന്ന് അറിവ് പറയും. പക്ഷെ വിശ്വാസത്തെ നീ പറയും കർത്താവ് അത് ചെയ്യുമെന്ന്. ദൈവത്താൽ കഴിയുമെന്ന് മെർലിനും ലിനുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വിശ്വാസത്താൽ അവർ പ്രഖ്യാപിക്കുമ്പോഴാണ് വിശ്വാസം അത് പരിണമിച്ച് വെളിയിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾ കാണാത്ത ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോട് അവന്റെ നോക്കിക്കൊണ്ട് പറയണം: എന്റെ ദൈവം ഈ പ്രതിസന്ധിക്കകത്തും ഇറങ്ങി വരും, എന്റെ പ്രാർത്ഥന മുറിക്കകത്തും അവൻ ഇറങ്ങി വന്ന് മറുപടി തരുമെന്ന്. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധി നെടുമ്പാട് വീണ് കരയുമ്പോൾ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പനമ്മയും നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ശുശ്രൂഷിക്കുന്നത് കാണാൻ. പക്ഷേ അന്നൊന്നും വെളിപ്പെടാത്ത ദൈവ സാന്നിധ്യം, അവർ കാലതാമസം വന്നതുകൊണ്ട് പ്രാർത്ഥന നിർത്തിയില്ല. പക്ഷെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടാൻ തുടങ്ങിയപ്പോൾ പ്രവർത്തിക്കാൻ കർത്താവ് ഇറങ്ങി വന്നെങ്കിൽ, യാക്കോബ് യാബോക്കിന്റെ കടവിൽ നിന്നും മല്ലയുദ്ധം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ദൈവത്തോട് ഒറ്റ നിമിഷം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒറ്റ സെക്കൻഡ്, കർത്താവ് എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ എന്താ പറയുന്നത് കുടുംബത്തെ അനുഗ്രഹിക്കണം എന്ന് ഒറ്റ സെക്കൻഡിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമായിരുന്നു, അല്ലേ? ചെയ്തോ? അല്ല, ഒരു രാത്രി മുഴുവൻ യുദ്ധം ചെയ്തു ദൈവത്തോട് എന്നെ അനുഗ്രഹിച്ച്. അല്ലാതെ ഇന്ന് പകലിൽ വിശ്വാസത്തോടൊന്ന് പ്രവർത്തിക്കാൻ, വിശ്വാസത്തോടൊന്ന് മല്ലയുദ്ധം ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ആ സ്വർഗം ഇറങ്ങി വരുന്നത്. ഒരു പക്ഷെ ഇന്ന് കേട്ട ദൈവ ശബ്ദം 25 വർഷം കഴിഞ്ഞിട്ടും നിറവേറുന്നതെങ്കിലും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ, വിശ്വാസം ക്ഷീണിക്കാതെ പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങൾ ദൈവസഭ തയ്യാറാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക തന്നെ അങ്ങോട്ട് എഴുതുന്നുണ്ട്. ശരിയല്ലേ? പട്ടിക എഴുതി വന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അനുഭവം. അവർ ഇറങ്ങി തിരിച്ചപ്പോൾ ഭയങ്കര വിശ്വാസമായിരുന്നു, ഭയങ്കര പ്രത്യാശയായിരുന്നു, ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമായിരുന്നു. പക്ഷെ ചിലർ ജീവിതത്തിനകത്ത് പട്ടുപോയത് കാണാൻ പറ്റും. അവർക്ക് ആ വിശ്വാസ ജീവിതം പൂർത്തീകരിക്കാൻ കഴിയാതെ പലരും
പിന്നെ മടുത്തു പോകുന്നത് കാണാൻ കഴിയും. ദൈവത്തിൽ അതുപോലെ ഒന്നും നമ്മളെ ഇറങ്ങി തിരിച്ചിട്ട് അതുപോലെ ഒന്നും ആകരുത് എൻ്റെ പൊന്നു ദൈവമക്കളെ. ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ആ ലക്ഷ്യത്തിലേക്ക് ഓരോ ചുവടും വിശ്വാസത്തോടെ, പ്രതിഷ്ഠയോടെ, ധൈര്യത്തോടെ നടന്നു കയറുന്ന ദിവസങ്ങളായിട്ട് ഇത് മാറട്ടെ. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന കുറേ പേരുണ്ട്, വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുറേ പേരുടെ കഥ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് വായിച്ചു നോക്കണം. കുറേ പേര് വിശ്വാസത്തിൽ വർദ്ധിക്കുന്നുണ്ട്. അവരുടെ പ്രതിസന്ധി വന്നിട്ടും പ്രതികൂല സാഹചര്യങ്ങൾ വന്നിട്ടും അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ കുറേ പേരുടെ വിശ്വാസം ക്ഷീണിച്ച് ദൈവത്തിലുള്ള പ്രത്യാശയും നഷ്ടപ്പെട്ട് ശേഷം മനുഷ്യരെ പോലെ ആകുന്നതും ആയി കാണുന്നുണ്ട്. ഇന്ന് പകലിൽ ടെൽഫോർഡ് മഹനീയൻ ദൈവസഭയിലേക്ക് കൈമാറാനുള്ള ദൈവിക സന്ദേശം ഇതാണ്. യാത്രയുടെ ദൈർഘ്യം കൂടുമ്പോൾ ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. യാത്രയുടെ ദൈർഘ്യം കൂടുമ്പോൾ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകരുത്. യാത്രയുടെ ദൈർഘ്യം കൂടുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുവാൻ സാധ്യത വരരുത്. കാരണം വിശ്വാസ വീരന്മാർ അവർ ദൈവത്തിൽ അടിയുറച്ച് പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴും ദൈവത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകുന്നവരായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഒന്നും കൂടെ പറഞ്ഞേ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും. അവിടെ 2 പദങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഒരു ഉറപ്പുണ്ട്. ഉറപ്പ് എന്താ ഉറപ്പ്? ദൈവം എന്നോട് പറഞ്ഞത് നടക്കുമെന്നുള്ളൊരു ഉറപ്പ്. 2 കാര്യങ്ങൾ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്താ? ദൈവം എന്നോട് പറഞ്ഞ ദൂത്, എന്നോട് പറഞ്ഞ വാഗ്ദത്തം അത് നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം. 2, മുമ്പിൽ ഒരു സാധ്യതകളും ഇല്ലെങ്കിലും, മുമ്പിൽ നടക്കാൻ മാനുഷിക ബുദ്ധി കൊണ്ട് നോക്കിയാൽ ഒരു സാധ്യതകളില്ലെങ്കിലും എൻ്റെ ഹൃദയം ഉറപ്പോടെ അവൻ്റെ കയ്യിൽ ഇരിക്കുന്നെന്നുള്ള ഉറച്ച ബോധ്യവും കൂടെ എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. ഒന്നുകൂടെ പറയാം, അവിടെ പറയുന്ന ദൈവം പറഞ്ഞത് നടക്കുമെന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. 2, കണ്ണിൻ്റെ മുമ്പിൽ പ്രതികൂല സാഹചര്യമാണെങ്കിലും ദൈവം അത് ചെയ്തു തരുമെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. അതാ വിശ്വാസം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കയറാൻ പോകാം. നിങ്ങളിലേക്ക് ഒരു ചോദ്യം കൈമാറുകയാണ്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഇന്നത്തെ എൻ്റെ മെയിൻ സന്ദേശം ഇതാ. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും 3 കാര്യങ്ങൾ അതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളിലേക്ക് കൈമാറുക. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എങ്കിലും വചനം കേൾക്കാൻ മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് തെളിവായിട്ട് നിങ്ങൾക്ക് കൈമാറുകയാണ്. വചനം കേൾക്കുക മാത്രമല്ല, അതനുസരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഈ വചനത്തെ ഞാൻ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ അപ്പനെ വിശ്വസിച്ചിരിക്കും. ഇപ്പം ജോബി 2 പെൺകുഞ്ഞുങ്ങളാണ്. അദ്ദേഹം ആ കുഞ്ഞിനോടൊരു കാര്യം പറഞ്ഞാൽ ഇച്ചിരി അപകടം നിറഞ്ഞ മേഖലയിലാണെങ്കിൽ പോലും ആ കുഞ്ഞത് പോയി അല്പം പേടിയുണ്ടെന്ന് പറഞ്ഞാൽ, നീ ധൈര്യമായിട്ട് പൊക്കോ, അപ്പം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മോളെ നീ പോയി ചെയ്യോ? ഉറക്കെ പറ. ചെയ്യും. എന്താ കാരണം? അവളുടെ ഡാഡയെ നല്ല വിശ്വാസമാണ്. എന്നാൽ ഞാനിവിടെ നിന്ന് മോളെ നീ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ, ഞാനിവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിങ്ങനെ നോക്കും. ആരെയെന്നറിയുമോ? അവളുടെ അപ്പനെ അമ്മേനെ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം എന്നോട് പറഞ്ഞത് വചനത്തിലൂടെ എൻ്റെ കരത്തിലോട്ട് ലഭിച്ചു. അത് ഞാൻ വായിച്ചു,
അത് ഞാൻ കേട്ടു, അത് ഞാൻ കണ്ടു, ഇനി അത് അനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. നിങ്ങൾ ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ജോബി ബ്രദർ ആ കുഞ്ഞിനെ കൊണ്ട് നടക്കില്ല എന്ന് പറയുന്ന സാധനമായിരിക്കും. പക്ഷെ ഡാഡ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ കുഞ്ഞു പോയി ചെയ്യാൻ എന്ത് ചെയ്യുന്നു? തയ്യാറാകുന്നു. എന്തുകൊണ്ടാണ്? അവളുടെ ഡാഡിയിലുള്ള വിശ്വാസം. അത് നിങ്ങൾ ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളിലേക്ക് തന്നിരിക്കുന്ന ഈ വചനം വായിച്ചിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് അവനിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഏറ്റവും വലിയ തെളിവാത്. നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ പറയുന്നത്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ. അപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അതിനൊരു പ്രവൃത്തിയും കൂടെ വേണം. ഇനി വചനം കേട്ടു, അതിനെ പ്രവർത്തിക്കുകയും ചെയ്തു. പ്രവർത്തിക്കാതെ ഇരുന്നാൽ മിക്കവാറും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വചനം കേട്ടു, ഓക്കെ, അതിന് പ്രവൃത്തി വന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വാസം പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വാസത്തിൽ നിലനിൽക്കില്ല. പകരം എന്ത് ചെയ്യണം? അതിനൊരു പ്രവൃത്തിയും കൂടെ വേണമെന്ന് നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സഭായോഗത്തിന് വരുമ്പോൾ ഞാൻ വിശ്വാസിയാ, പക്ഷെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ വിശ്വാസിയായിരിക്കണം. ഞാൻ ചന്തയിൽ പോകുമ്പോഴും ഞാൻ വിശ്വാസി ആയിരിക്കണം. വിശ്വാസം ചർച്ചിൻ്റെ അകത്തോ കോട്ടേജ് മീറ്റിങ്ങിന് ഫാസ്റ്റിംഗ് പ്രയർ വരുമ്പോഴും അത് അല്ലെങ്കിൽ മറ്റുള്ള ആത്മീക കൂട്ടായ്മ വരുമ്പോൾ മാത്രം പ്രകടിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല വിശ്വാസം എന്ന് പറയുന്നത്. സ്നേഹത്തിന് പ്രവൃത്തി ഉണ്ടെങ്കിൽ വിശ്വാസത്തിനും പ്രവൃത്തി ഉണ്ടാച്ചാ. പഴയ കാലഘട്ടത്തിനകത്ത് പറയും, എനിക്ക് എൻ്റെ മക്കളോട് ഭയങ്കര സ്നേഹമാണ്, അമ്മയാ പറയുന്നത്. പക്ഷെ അച്ഛൻ അത് പ്രകടിപ്പിക്കാൻ, എൻ്റെ പൊന്നപ്പന്മാരെ നിങ്ങൾ പ്രകടിപ്പിച്ചോണം മക്കളോട്, ഇല്ലെങ്കിൽ അറിയാത്ത സ്നേഹം അവർ കണ്ടെത്തും. ഞാൻ വിശ്വാസം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് വരുമ്പോഴും അത് വിശ്വാസം ചെയ്യണം, പറഞ്ഞിരിക്കണം, കാണിച്ചിരിക്കണം. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. നിന്റെ സന്തതിയെ നീ ദീർഘായുസോടെ കാണുമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛാ അത് കണ്ടിരിക്കും. കാണാതെ മരണശൈലി കിടന്നിട്ട് കാണുമെന്നല്ല, അവർ എൻ്റെ കൂടെ ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നടന്നിരിക്കും. സാമേ, ഇന്ന് പകലിൽ നിന്റെ പാരൻസ് ഈ സഭയ്ക്കകത്തിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവിക പദ്ധതി വെളിപ്പെട്ടതാണെന്ന്. യേശുവിൻ്റെ നാമത്തിൽ അതൊക്കെ ഒരു വിശ്വാസമായി പരിണമിക്കട്ടെ. ഇന്ന് പകല് ഏത് മാരക അസുഖം വന്നാലും, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് പറയണം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് അത് ചെയ്തിരിക്കുമെന്ന്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? ഈ ഒരു സ്റ്റെപ്പിലോട്ട് വരാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതികൂല സാഹചര്യം. മുമ്പിൽ പ്രശ്നങ്ങൾ തീർന്നിട്ട് സമയം കണ്ടെന്ന് വരത്തില്ല. പക്ഷെ അവിടെ നിന്നോട് പറയണം, എൻ്റെ വിശ്വാസം വർദ്ധിക്കും. ശിഷ്യന്മാർ പറഞ്ഞു, എൻ്റെ വിശ്വാസം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. വിശ്വാസം വർദ്ധിക്കാനുള്ളതാ, അല്ലാതെ മൊട്ടത്തോട് പോലെ അതിനകത്തിരുന്ന് അവിടെ കൊണ്ട് അവസാനിക്കാനല്ല. അത് പുറത്തു വരണം, ജീവനായിട്ട് വെളിയിൽ വരണം. ഇന്ന് പകലിൽ നിങ്ങളിലേക്ക് കൈമാറാനുള്ള സന്ദേശം അതാ. നിങ്ങൾക്കകത്ത് മൊട്ടത്തോട് കണക്കെ ഇരിക്കുന്ന വിശ്വാസം വെളിയിൽ വരട്ടെ, അത് വർദ്ധിക്കട്ടെ. ഇന്ന് പകലിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ചിലതിനെ പിടിച്ചെടുക്കുവാൻ, കോട്ടകളെ തകർക്കുവാനുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ അകത്തളങ്ങളിൽ ഇന്ന് പകലിൽ കർത്താവ് അയക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വചനം എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ വിശ്വാസം എൻ്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കണമെന്ന്. ഓരോ മെസ്സേജും കർത്താവ് നമ്മെ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് അല്പമൊക്കെ എവിടെയൊക്കെയോ കുറവുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഒന്ന് ക്രമീകരണത്തിലേക്ക് ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയ കർത്താവ് ഈ മെസ്സേജൊക്കെ നമ്മളോട് കൈമാറുന്നത്. ദൈവം നമ്മെ ഓരോ വാക്കിനകത്തും ഉറപ്പിക്കാൻ വേണ്ടിയ ചില സെൻറ്റൻസുകൾ നമുക്ക് തരുന്നത്. ഇന്ന് പകലിൽ നിങ്ങൾക്ക് കൈമാറാനുള്ള സന്ദേശമായിട്ട് തന്നിരിക്കുന്ന വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്നുള്ളത്. നമ്മളിവിടെ കേട്ടത് വചനം അനുസരിക്കാനുള്ളതാ. അല്പം നഷ്ടം വന്നാലും
കഷ്ടം വന്നാലും വചനത്തിൽ എന്ത് ചെയ്യണം? ഉറച്ചെന്നാണ്. വചനത്തിൽ ഉറച്ചാൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കും. അടുത്തതായിട്ട് റോമാലേഖനം 4:20-21 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തമെങ്കിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിനായിട്ട് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായും എന്ത് ചെയ്തു? ഉറച്ചു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്കത് വിശ്വാസമാണ്, എന്ന് നടക്കുമെന്നൊന്നും വേണ്ട. എത്ര വൈകിയാലും എത്ര കാലപ്പഴക്കം തോന്നിയാലും അവനത് ലേറ്റസ്റ്റായിട്ട് എനിക്ക് തന്നിരിക്കും. ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞതേ ഉള്ളേ. കാലതാമസം വരുമ്പോൾ നമുക്ക് അല്പം ക്ഷീണങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലല്ലേ? ദൈവം പറഞ്ഞ ദൂത് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ ദൂത് കേട്ടപ്പോൾ ഉണ്ടായ വിശ്വാസത്തിൽ നിന്ന് താഴോട്ടാണോ വന്നിട്ടുള്ളത്, അതോ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? സാധാ ദൂത് കേൾക്കുന്നു, ഇതുവരെയും പുത്രോത്പാദനത്തിനുള്ള ശക്തി ഇല്ലാതെ ഇരിക്കുമ്പോഴും ദൂത് കേട്ടോണ്ടിരിക്കുക. ചോദ്യം നിങ്ങളിലേക്ക്, സഹോദരന്മാരിലേക്കും ഭയമാറുന്നു. ആരോഗ്യസ്ഥിതി ഇത്രയും വഷളായിട്ടും നിൽക്കുമ്പോൾ, ഒരു പുത്രൻ ഉണ്ടായാൽ അതിനെ ക്യാരി ചെയ്യുവാൻ കഴിവില്ലാതെ നിൽക്കുമ്പോൾ, സാധാരണ ഉള്ളതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നിൽക്കുമ്പോൾ വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ഇന്ന് പകലിൽ വിശ്വാസത്തോടാണ്. തലയ്ക്കകത്തോ ദൈവത്തെ പറ്റിയുള്ള അറിവും ഹൃദയത്തിനകത്ത് വിശ്വാസവും കൈമുതലാക്കി പറഞ്ഞിട്ട് പറയണം, എൻ്റെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് എന്നോട് പറഞ്ഞ ദൂത് നിറവേറാതെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടത്തില്ലെന്ന് ഉറച്ച ബോധ്യമുള്ള നിന്റെ അകത്തിരുന്ന് പറയണം, കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ഞാനത് കണ്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ളത്, എൻ്റെ ദൈവത്താൽ ഞാനത് കാണും, എൻ്റെ ദൈവത്താൽ ഞാനത് കീഴടക്കും, എൻ്റെ ദൈവത്താൽ ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. വാഗ്ദത്തം വെളിപ്പെടാൻ ചിലപ്പോൾ കാലതാമസങ്ങൾ, പഴക്കങ്ങൾ കണ്ടേക്കാം. പക്ഷെ ഒന്ന് ഞാൻ പറയുക, ഈ സമയത്ത് ദൈവം പറഞ്ഞ ദൂതിനെ അവിശ്വസിക്കരുത്. അവിശ്വസിച്ചാൽ സെക്കരിയാവിന് വന്നതുപോലെ വരാൻ സാധ്യത കൂടുതലാണ്. സെക്കരിയാവിന് എന്താ പറ്റിയേ? മഹാപുരോഹിതനാ, അതിനകത്ത് കയറി യാഗം അർപ്പിക്കാനായിട്ട് അകത്ത് കയറി ചെന്നിരിക്കുക. പക്ഷെ അകത്തു നിന്ന് യാഗം അർപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞ ദൂത് കൈമാറാൻ ഒരുവൻ വന്നിട്ട് പോലും വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്ന അവൻ്റെ വായെ അടച്ചു വെച്ചിട്ട് വാഗ്ദത്ത സന്തതിയെ കർത്താവ് പുറത്ത് അവൻ്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകലെ ആരോടൊക്കെ ആത്മാവിൽ ദൂത് കൈമാറുകയാ. വാഗ്ദത്തം പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിക്കാൻ സാധ്യത കുറവായിരിക്കും. മാനുഷിക കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഒരു പക്ഷെ എൻ്റെ കണ്ണുകൊണ്ട് അത് ഒരിക്കലും നിറവേറാ, ബുദ്ധി കൊണ്ട് നോക്കിയാൽ നിറവേറാൻ സാധ്യതയില്ലായിരിക്കും. പക്ഷെ നീ ആത്മ നിറവ് പ്രാപിച്ച നീ അകത്തളങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയണം, എൻ്റെ ദൈവം ആ വാഗ്ദത്തം ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഞാൻ കണ്ടിരിക്കും. കാരണം എന്നോട് പറഞ്ഞത് ഒരു മനുഷ്യനല്ല, എന്നോട് പറഞ്ഞത് എൻ്റെ അപ്പനല്ല, എന്നോട് ദൂത് കൈമാറിയത് എൻ്റെ സഭയ്ക്കകത്ത് പാസ്റ്ററല്ല. കാരണം എൻ്റെ ദൈവമായി എന്നോട് ദൂത് പറഞ്ഞെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്തിരിക്കുന്നത്. എബ്രായലേഖനം 11:8 പ്രകാരം പറയുന്നുണ്ട്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അതിൻ്റെ ഫസ്റ്റ് സെന്റൻസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, വിശ്വാസത്താൽ. ആ വാക്യം വെറുതെ വായിച്ചു വിടരുത്, അത് വിശ്വാസമായി പരിണമിക്കണം. വെറുതെ വായിച്ചു വിടരുത്. വായിക്കാൻ പാസ്റ്റർ പറഞ്ഞോ വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് എൻ്റെ പേര് വെച്ച് പ്രാർത്ഥിക്കുക. എന്നാൽ വായിക്കുക, വിശ്വാസത്താൽ റിജോയ് തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്രയാകും വിളിക്കുക. അങ്ങനെയല്ല പറഞ്ഞത്. ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട്, ആ വാക്കുകളുടെ ആ ഗാംഭീര്യം, അതിൻ്റെ ആഴമൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് വായിച്ചു നോക്കിക്കേ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച്
എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഞാനതിന് ഇനി അല്പം കൂടെ ഒന്ന് വിശദീകരിച്ച് പറയാം. ദൈവത്തിലുള്ള വിശ്വാസമാണ് അബ്രഹാമിനുള്ളത്. കൂടപ്പിറപ്പിനേക്കാൾ വിശ്വസിക്കാൻ കഴിയുന്നത് കർത്താവിനെ മാത്രമാണ്. ഇന്ന് പകലിൽ എന്തിന് ജോലിയിൽ വിശ്വാസമുണ്ടല്ലേ, നാളെ രാവിലെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമെന്ന്, ആരോഗ്യത്തിൽ വിശ്വാസമുണ്ടല്ലേ, പണത്തിൽ വിശ്വാസമുണ്ടല്ലേ, മക്കളിൽ വിശ്വാസമുണ്ടല്ലേ, ഭാര്യയിൽ വിശ്വാസമുണ്ടല്ലേ, ഭർത്താവിൽ വിശ്വാസമുണ്ടല്ലേ, സഭയെ വിശ്വാസമുണ്ടല്ലേ, പാസ്റ്ററെ വിശ്വാസമുണ്ടല്ലേ, അതിനേക്കാൾ 5 പടി അല്ലെങ്കിൽ 10 പടി, അന്നും കൂടെ 100 പടിയെങ്കിലും കൂടുതലായിരിക്കണം ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം അവനോട് പറഞ്ഞ ദൂതിനു വേണ്ടി ആര് എന്ത് പറഞ്ഞാലും, ആര് എന്ത് ചെയ്താലും അവൻ എന്നോട് പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. അനുസരിച്ച് യാത്ര പുറപ്പെട്ടു. മഹനീയം ടെൽഫോർഡിലുള്ള ദൈവമക്കളോട് ദൂത് കൈമാറുകയാണ്. ദൈവം പറയുന്നത് അനുസരിച്ച് യാത്ര പുറപ്പെടാൻ തയ്യാറാകട്ടെ ദൈവസഭ. വരുന്ന പ്രവാചകൻ പറയുന്നത് അനുസരിച്ച് യാത്ര പുറപ്പെടാനല്ല, ദൈവം പറയുന്നതനുസരിച്ച് യാത്ര പുറപ്പെടാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട് എന്ന് പോലെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഒരു പക്ഷേ മുമ്പിൽ വഴിയില്ലായിരിക്കാം, ഒരു പക്ഷെ മുമ്പിൽ പ്രതിസന്ധി കണ്ടേക്കാം. ഇസ്രായേൽ ജനം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പം, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രതിസന്ധിയുടെ ഒരു പട്ടിക തന്നെ അവരുടെ മുമ്പിലുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഉറച്ചു നിന്നൊരു ഭക്തൻ്റെ പേരാ മോശ. ബാക്കിയുള്ള സകലെണ്ണം പട്ടുപോകുമ്പോൾ മോശയ്ക്കകത്ത് ദൈവത്തിലുള്ളൊരു വിശ്വാസമുണ്ട്. എൻ്റെ ദൈവം ഇതിനക്കരെ കടത്തും. ഇന്ന് പകൽ കൂടെ നിൽക്കുന്നവൻ കൊഴിഞ്ഞു വീണാലും, കൂടെ ആരാധിക്കുന്നവൻ കൊഴിഞ്ഞു വീണാലും, ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ, നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്ന പാസ്റ്റർ കൊഴിഞ്ഞു വീണാലും നിങ്ങളോട് പറഞ്ഞ ദൂത് നിങ്ങൾ അനുസരിച്ചിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആരും മാറിപ്പോയി, അയ്യോ അവരില്ലല്ലോ, അവർ എന്നേക്കാൾ നന്നായി പ്രാർത്ഥിക്കുന്നവരായിരുന്നല്ലോ, അവരെന്നേക്കാൾ കൂടുതൽ ആരാധിക്കുന്ന. നോ കമൻസ്. ദൈവം നിന്നോടാ പറഞ്ഞതെങ്കിൽ നീ പുറപ്പെട്. ദൈവം നിന്നോടാ വാഗ്ദത്തം പറഞ്ഞെങ്കിൽ നീ പുറപ്പെട്, എഴുന്നേൽക്ക്. ഈ വീണെടുത്ത് കിടക്കുന്നതും എഴുന്നേൽക്ക്. ഇന്ന് പകൽ ദൈവിക സന്ദേശം ഇതാ. ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാകുന്ന നിനക്ക് വേണ്ടിയ സ്വർഗത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ഭൗതികതയിലുള്ള വാഗ്ദത്തമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ആത്മീകതയിൽ നീ വളരാൻ തയ്യാറാകുക. ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്ക്. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ നിറവേറാൻ സമയമാകണം. യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കംഫർട്ട് സോണുണ്ട്. കംഫർട്ട് സോൺ, നമ്മുടെ ഒരു കംഫർട്ട് സോണുണ്ട്. അതെല്ലാ മേഖലയിലുണ്ട്. നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പറയുക, പുറപ്പെടാൻ പറയുമ്പോൾ ഒന്നും കൂടെ എടുത്തൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് വിദേശത്തേക്ക് പോയ യാത്രയൊന്ന് ഓർത്ത് നോക്കിക്കേ. ആ മണലാരടുത്ത് ചെന്ന് കാലിറങ്ങിയപ്പോൾ പ്രൈസ് ദി ലോർഡ്, വാഗ്ദത്തം നിറവേറി. പക്ഷെ 2ാമത്തെ ദിവസമായപ്പോഴത്തേനും മിസ് ചെയ്യാൻ തുടങ്ങിയോ? അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നോ? ഹലോ, തുടങ്ങിയായിരുന്നോ? എനിക്കുണ്ടായിരുന്നു അച്ഛാ. UK വന്നിറങ്ങിയപ്പോഴത്തേനും എൻ്റെ പൊന്നു കർത്താവ്, ഞാൻ അവിടെ കീബോർഡും വായിച്ച് ഞാനാ വലിയ കില്ലാടി എന്നും പറഞ്ഞ് നടന്ന ആ ടീമാണ്. ഇവിടെ വന്ന് പുറത്തോട്ട് ഇറങ്ങിയ തണുപ്പ്, 4 ജോഡി ഡ്രസ്സില്ലാതെ വെളിയിലിറങ്ങാൻ പറ്റുമോ? അതില്ല. മറ്റേതൊരു കൈലി മുണ്ടും മടക്കി കുത്തി ഇവിടെ പോടാ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിരുന്ന ടീമാണ്. കംഫർട്ട് സോണെ പൊളിക്കുമ്പോഴേ ദൈവിക വാഗ്ദത്തം വെളിപ്പെടുള്ളൂ. നിങ്ങളുടെ കംഫർട്ട് സോണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കംഫർട്ട് സോണിനെ കർത്താവ് പൊളിക്കട്ടെ ഇന്ന് പകലിൽ. യേശുവിൻ്റെ നാമത്തിൽ ആത്മശക്തികൾ ദൂത് കൈമാറുകയാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന കംഫർട്ട് സോണിനെ പൊളിച്ചിട്ട് പുതിയൊരു ദൈവം ദൂരദേശത്തേക്ക് യാത്രയാകുന്ന പകലുകളായി ഇത് മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ പൊട്ടിക്കണമെങ്കിൽ എൻ്റെ കംഫർട്ട് സോണിനെ പൊളിക്കണം. യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ എത്രയൊക്കെ വിശ്വാസം പറഞ്ഞാലും എനിക്കൊരു കംഫർട്ടുണ്ട്. എന്താ പറയുക, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം. 1 എൻ്റെ ആരോഗ്യത്തിലായിരിക്കാം, 2 എൻ്റെ ബുദ്ധിയിലായിരിക്കാം, 3 എൻ്റെ ജോലിയിലായിരിക്കാം, 4 എൻ്റെ ആരോഗ്യത്തിലായിരിക്കാം.
നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ദൈവം അനുവദിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് മാറുക, പുതിയ വീട്ടിലോട്ട് മാറാൻ നിൽക്കുക. അപ്പം എന്തായാലും അഡ്വാൻസും ഒരു മാസത്തെ റെൻറ്റും എല്ലാം കൂടെ ഒരു 10,500 പൗണ്ടിൻ്റെ അടുത്ത് വേണ്ടി വരും. എൻ്റെ കയ്യിലില്ലെങ്കിലും അതെ എന്നെ പോലെ സംഭവമുണ്ട്. എങ്ങനെ ക്രെഡിറ്റ് കാർഡ് 2 ഉണ്ട്. അപ്പോൾ അതും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ 1000, 2000 കിട്ടും. ഓക്കെ റെഡി. അടുത്തത് പിന്നെയും ചിലവ് വരുമല്ലോ. എന്നാൽ പിന്നെ ലിനുവിനോട് മെർലിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഷൈജു ബത്തനോട് ചോദിക്കാം, അല്ലെങ്കിൽ ജോബി ബത്താണെങ്കിൽ എല്ലാ ദിവസവും ഉള്ളറില്ല. ഓക്കെ, അവരോട് ചോദിക്കാം. ഓക്കെ. അപ്പം എനിക്കൊരു കംഫർട്ട് സോൺ അവിടെ ഉണ്ടല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ക്രെഡിറ്റ് കാർഡും ഇല്ല, ചോദിക്കാനും പറ്റില്ല, ആരുമില്ലാത്തൊരു സാഹചര്യമാണ്. എന്നാ ചെയ്യും? പണിക്ക് പോയി നേടാമെന്ന് വിചാരിച്ചാൽ ആരോഗ്യവും ഇല്ല, അതിൻ്റെ ഇടയ്ക്കാണ് ജോലിയും കൂടെ നഷ്ടപ്പെടുന്നു. ഇനി നിങ്ങൾ എന്നാ ചെയ്യും? ഒന്ന് ഉറക്കപ്പറ. എന്നാ ചെയ്യും? ജോലിക്ക് പോകുന്ന വെച്ചാൽ ആരോഗ്യമില്ല, എന്നാൽ ജോലി കിട്ടിയെന്ന് വിചാരിച്ചാൽ ജോലി അവർ പറഞ്ഞു വിടുകയും ചെയ്തു. കാശിന് ജീവിക്കാൻ വേറെ നിവൃത്തിയുമില്ല. എന്നാ ചെയ്യും? അതാ ചെയ്തത്. പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായി. ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായി. NHS പണിയെ ജോലി എടുക്കുന്നവർക്ക് ഭയങ്കര കംഫർട്ടബിളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ബെൽഫാസ്റ്റിൽ പോയപ്പോഴത്തേനും ഒരു സഹോദരി സഹോദരി സാക്ഷ്യം പറയുക, എന്നെ NHS ടെർമിനേറ്റ് ചെയ്തെന്ന്. ഞാൻ വിചാരിച്ചു ഭയങ്കര കംഫർട്ടബിളായിരുന്നു NHS. സെറ്റപ്പാന്ന് വിചാരിച്ചാൽ അവിടെയുണ്ട് എടുത്ത് കളയുന്ന പരിപാടി. 3 മാസമായിട്ട് ചർച്ചിലെ വിശ്വാസികൾ അവർക്കുള്ള ഫുഡ് കൊണ്ടു കൊടുക്കുക. 3 ചെറിയ പിള്ളേരാ. ഹസ്ബൻഡിന് കിട്ടുന്ന ജോലി കൊണ്ട് വീടിൻ്റെ റെൻറ്റ് പോലും എത്തത്തില്ല. ചർച്ചുകാരെല്ലാവരും കൂടെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അത് അവർക്ക് എവിടെ വിശ്വാസം ഉണ്ടാവുമെന്ന് പറയുന്നത്. പക്ഷേ ആ സഹോദരി പറഞ്ഞ വാക്കുകൾക്ക് ആഴം കൂടുതലായിരുന്നു. പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് കുറവുള്ള സമയത്ത് എടുത്തൊന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക ഏതെങ്കിലും ഏജൻസിയോട്. പക്ഷെ ആ വിശ്വാസത്തിൻ്റെ വാക്കുകളല്ല ഞാൻ പറയുന്നത്. വിശ്വാസത്തോടെ ഞാൻ പറയാം, നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് അത് ചെയ്താലും കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. ഇന്ന് ഈ മെസ്സേജ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവരുടെ വീസ റെഡി ആയിട്ടുണ്ടെന്ന്. പ്രഖ്യാപിക്കാൻ കഴിയുമോ? മുമ്പിൽ പ്രതിസന്ധി നിൽക്കുകയാ. ജീവിക്കാൻ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാൻ കഴിയില്ലെങ്കിലും, എൻ്റെ മലയാള ഭാഷ ശരിയല്ലെങ്കിലും ഞാനൊന്ന് പറയുക, മുമ്പിൽ വണ്ടി ഇടിച്ച് കിടക്കുമെന്ന് തോന്നിയാലും, വണ്ടി തകർന്ന് അതോടെ അവസാനിക്കുമെന്ന് ലോകം നിന്നെ നോക്കി പറഞ്ഞാലും, വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്നെന്ന് പറയണം, ഞാൻ അവനിൽ വിശ്വസിക്കുന്നുണ്ട്. അത് നിറവേറാതെ എൻ്റെ കണ്ണുകൾ അടയത്തില്ലെന്ന് എന്നോട് പറഞ്ഞത് ദൈവം, അവനെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന്. യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി പറഞ്ഞ വാക്കുകൾക്കകത്തുണ്ടല്ലോ. കാരണം അനുഭവത്തിൻ്റെ തീച്ചൂളോടെ പോയിട്ട് പറയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടുതലാണ്. ആ സഹോദരി ഒറ്റയ്ക്ക് എഴുന്നേറ്റെന്ന് പറയുക, എൻ്റെ ദൈവം ജീവിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, അവൻ ചെയ്തു തരും. അതുവരെ ഉണ്ടായിരുന്ന കംഫർട്ട് സോണിനെ പൊളിച്ചിട്ട് പുതിയതൊന്ന് കൈമാറുകയാണ്. ഞാൻ അവരോട് പറഞ്ഞൊരു ദൈവിക ദൂതുണ്ട്. ദൈവത്തിന് ചിലതിനെ പൊളിക്കാനും ചിലതിനെ പണിയാനും കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവം വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കായിട്ട് മാറ്റുന്നൊക്കെ ദൈവമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അത് തിന്മയാണെങ്കിലും ആ തിന്മയെ നന്മയാക്കി മാറ്റുവാൻ കർത്താവ് വിശ്വസ്തനാ. ഇന്ന് പകലിൽ അടി ഉറച്ച് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ തയ്യാറാകുകയാണ്. 2-3 ഉദാഹരണങ്ങൾ നിങ്ങളെ ബലപ്പെടുത്താനായിട്ട് പറഞ്ഞു വിടുക. യേശു ശിഷ്യന്മാരും കൂടെ അക്കരയ്ക്ക് പോവുകയാണ്. യേശു ഉറങ്ങുന്നു. ആ കൊടുങ്കാറ്റിനകത്ത് പെട്ട് ശിഷ്യന്മാർ വലഞ്ഞു. ഇപ്പം നശിച്ചു പോകും, ഇപ്പം നശിച്ചു. പക്ഷേ യേശു പറയുന്നൊരു സെൻറ്റൻസ് എനിക്ക് വളരെ ഇഷ്ടം. മോനെ ഇടാൻ പറ്റുമെങ്കിൽ എന്നിട്ടേക്കടാ. മത്തായി സുവിശേഷം 8:24-26. കൊടുങ്കാറ്റിൽ ശിഷ്യന്മാർ ഭയപ്പെട്ടു. യേശു ചോദിച്ച ചോദ്യം ഇത്: അല്പ വിശ്വാസികളെ,
നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ത് എന്ന് പറഞ്ഞു. മാത്യു 8:24-26. കൊടുങ്കാറ്റ, യേശു കൂടെ ഉണ്ട് അല്ലേ? വന്നില്ലേ? കൊടുങ്കാറ്റ, യേശു കൂടെ ഉണ്ട്. പക്ഷേ യേശു കൂടെ ഉണ്ടായിട്ടും ആ ദൈവത്തെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ കൂടെ യേശു ഉണ്ടെന്ന് നമ്മൾ കാണാതെ വിശ്വസിക്കുക. റിയലായിട്ട് യേശു കൂടെ ഉണ്ടായിരുന്നു ശിഷ്യന്മാരുടെ കൂടെ. എന്നിട്ട് പ്രതികൂലം വന്നപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. നിങ്ങളിലേക്കുള്ള സന്ദേശം ഇതാ: കണ്ടിട്ട് വിശ്വസിക്കാത്തവനെ കാണാതെ എങ്ങനെ വിശ്വസിക്കും? ശിഷ്യന്മാരുടെ കൂടെ യേശു ഉള്ളത് അല്ലേ? ശിഷ്യന്മാരുടെ കൂടെ യേശു ഉള്ളത്. നമ്മുടെ കൂടെ യേശു ഉണ്ടോ? പറഞ്ഞേ. ഇനിയിപ്പോൾ ഞാനത് തെളിയിക്കാൻ കൊണ്ടുവരും. നിങ്ങളുടെ കൂടെ യേശു ഉണ്ടോ? ഉണ്ട്. ചോദ്യത: കാറ്റ് വന്നാലും കൊടുങ്കാറ്റ് വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും ഇനി പതർന്നോ? ഇനി പതർന്നോ? ജോലിയില്ലാതെ വീട്ടിലിരുന്നാലും പറയണം, എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ദാനത്തിനൊത്തവണ്ണം പറ, ഉറക്കെ പറ, ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ഉറപ്പായിട്ടും. ഇന്ന് പകലിൽ നിങ്ങളിലേക്ക് കൈമാറാനുള്ള സന്ദേശം: കൊടുങ്കാറ്റ് വന്നാലും പടക് തകർന്നു പോകുമെന്ന് വിധി എഴുതിയാലും വിശ്വാസത്തിൻ്റെ നായകന് പൂർത്തി വരുത്തുന്ന യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കരങ്ങളെ ഉയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. മറ്റൊരു ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ പത്രോസും കൂട്ടരും രാത്രി മുഴുവൻ എന്ത് ചെയ്തു? അധ്വാനിച്ച് വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിൻ്റെ പടകിലേക്ക് യേശു എന്ത് ചെയ്ത്? കയറിയത്. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ യേശു പറയാ, പത്രോസേ, നീ ആഴത്തിലോട്ട് നീക്കി വല ഏറി. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. അടുത്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞേ. എങ്കിലും നിന്റെ വാക്കിനാൽ ചോദ്യം. നമ്മളോടാ ഇത് പറഞ്ഞെങ്കിൽ, നിങ്ങളെ പറയുന്നില്ല, ഞാനങ്ങ് പറയാം. ആയിരിക്കും ഇച്ചിരി കൂടി ഈസി. എന്നോടാ ഇത് പറഞ്ഞെന്ന് വിചാരിക്കും, ഞാൻ ഉറപ്പായിട്ടും പറയും. പിന്നെ പുള്ളിക്ക് അത് പറഞ്ഞാൽ മതി. രാത്രി മുഴുവൻ ഈ വലയെടുത്ത് വലിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയാണോ? എന്നെ കൊണ്ടൊന്നും പറ്റൊന്നുമില്ല. 12 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇനിയും വല ഇറക്കാൻ കിട്ടിയില്ലെങ്കിലോ? പുള്ളിക്ക് പറഞ്ഞേച്ച് അങ്ങ് പോയാൽ മതി. ഈ 12 മണിക്കൂർ ആരോഗ്യം കളഞ്ഞ് പണിയെടുത്തിട്ട് വന്നിട്ട് ഒന്നും കിട്ടിയില്ല. ഇനി എന്നോട് പറയാം വല ഇറക്കിക്കോളാൻ. പുള്ളിക്ക് ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ അങ്ങ് പോയാൽ മതി. സൂട്ടും കോട്ടും വെച്ച് വന്നു അങ്ങ് വന്ന് കസർത്ത് നടത്തി വെച്ച് അങ്ങ് പോയാൽ മതി. അനുഭവിക്കുന്നത് പറഞ്ഞെൻ്റെ ദൈവമക്കളെ ഞങ്ങളാ. പക്ഷേ ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് അതിനോടൊന്ന് പ്രതികരിക്കാൻ തയ്യാറായപ്പോൾ, ദൈവം പറഞ്ഞതിനെ കേട്ട് അത് അനുസരിച്ച് അതിലേക്കൊരു പ്രവൃത്തിയായിട്ട് ചെയ്തപ്പോഴത്തേനും പെരുത്ത മീൻകൂട്ടം കയറി. നിങ്ങളിലേക്ക് കൈമാറാനുള്ള സന്ദേശം: ദൈവം പറയുന്നത് അനുസരിക്കാൻ മുമ്പിൽ പ്രതികൂലം ഉണ്ട്, മുമ്പിൽ വഴി ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ആ വഴി തുറക്കുന്നൊരു കർത്താവിൻ്റെ കരം എന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? അടുത്തൊരു ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്താൻ പോയാം. പുരോഹിതന്മാർ പെട്ടകവും ചുമന്ന് യോർദാൻ്റെ അവിടെ എത്തി. വലിയൊരു സൈന്യം മൊത്തമുണ്ട്, ഇസ്രായേൽ ജനം മുഴുവനുണ്ട്. കൂടെ നിൽക്കുന്ന സകല എണ്ണം നോക്കിയ ഇപ്പം കണ്ടാക്കാം, ഇപ്പം കാണും. യോർദാനൻ എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നതാ? കര കവിഞ്ഞ് ഒഴുകുന്നതാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് നമ്മുടെ ചർച്ചിനായിട്ട് കണക്ട് ചെയ്യാം.
ചർച്ചിൽ പാസ്റ്ററിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ശിങ്കടികളുമുണ്ട്. എല്ലാം കൂടെ ഇപ്പം എന്ത് ചെയ്യുക? എവിടെ വന്ന് നിൽക്കുക? പറഞ്ഞേ, യോർദാൻ്റെ കടവിൽ വന്ന് നിൽക്കുക. സെക്രട്ടറി ആയതുകൊണ്ട്, അല്ല ട്രഷറർ ആയതുകൊണ്ട് ജിജോ ബ്രദറും ഷൈജി ബ്രദറും ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഔട്ട്റീച്ചിൻ്റെ ആളും കൂടെയുണ്ട്. ലേഡീസ് വിങ്ങും കമ്മിറ്റിക്കാരാണ്, മീൻസ് ചർച്ചിൻ്റെ ഒഫീസിയേഷൻസ് ആണല്ലോ, അവർക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാം കൂടെ ഉണ്ട്. ബാക്കിലും കുറച്ച് പേര്, ഇതൊന്നും അല്ലാത്ത കുറേ പേര് നിപ്പുണ്ട്. ഓക്കെ, ഇതിനകത്ത് രണ്ടഭിപ്രായം കാണത്തില്ലേ? കാണുമല്ലോ. ഷൈൻ സിസ്റ്റർ പറ, രണ്ടഭിപ്രായം കാണോ? കാണും. രണ്ടഭിപ്രായം കാണും. ഒന്ന്, ഇന്ന് എന്തെങ്കിലുമൊക്കെ ദൈവം ചെയ്യും. അല്ലെങ്കിൽ രണ്ടാമതാണ്, അല്ലെങ്കിലും പുള്ളിക്ക് ഇച്ചിരി ആ ചെറുപ്പത്തിൻ്റെ ആവേശമാണ്. കുറച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങ്, കൊണ്ടുപോകുമ്പോൾ എല്ലാം കണക്കാവും. ആണോ ജിജോ ബ്രദറെ? ശരിയല്ലേ? വേറെ അഭിപ്രായമുണ്ടോ? ഇപ്പം അത് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. മിനിമം രണ്ടഭിപ്രായം കാണും അല്ലേ? പക്ഷേ ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ട് അക്കരെ കടക്കുമെന്ന്. പുരോഹിതന്മാരുടെ ഉള്ളംകാല അവിശ്വസിക്കാതെ അതിനകത്തോട്ട് കാല് വെച്ചപ്പം ദൈവം പറഞ്ഞതുപോലെ വഴി രണ്ടായി. ഉണങ്ങിയ നിലത്തോട് അക്കരെ കടന്നെങ്കിൽ ദൈവത്തിൻ്റെ ദൂത് മറക്കരുത്, ദൈവത്തിൻ്റെ സന്ദേശം മറക്കരുത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സഭയായിട്ട് മാറട്ടെ. ആരോടൊക്കെ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. വാഗ്ദത്തം കേട്ടിട്ട് ആമേൻ പറഞ്ഞ് ഗ്ലോറി പറഞ്ഞ് പോകാനല്ല, ആ വാഗ്ദത്തം പറഞ്ഞ കർത്താവിനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയണം, അപ്പം നിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന്. പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പം രക്ഷപ്പെട്ട് ഓടിയെത്തിയ ദൈവത്തിൽ വിശ്വാസം മാത്രം അർപ്പിച്ച് ഓടി രക്ഷപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ പിന്നിലോട്ട് നോക്കിയാൽ കണ്ടേക്കാം. പക്ഷെ ഇന്ന് നിൽക്കുമ്പം ചോദിക്കണം, ഞാൻ ദൈവത്തിൽ അടിയുറച്ചാണോ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? യേശുവിൻ്റെ നാമത്തിൽ ഒരു ഉണർവ് പ്രാസംഗമൊന്നുമല്ല ഞാനിവിടെ നടത്തിയത്. ഇന്ന് പകലിൽ ദൈവത്തോട് പറയണം, ദൈവമേ എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. എബ്രായർ 11:6 ഡാമോനെ, ആ വാക്യം ഞാൻ നോട്ട് ചെയ്യാൻ മറന്നുപോയി. അതാ വാക്യം എനിക്ക് തോന്നുന്നു. വിശ്വാസം കൂടാതെ 11:6 വിശ്വാസം കൂടാതെ, ഇതാ വാക്യം എൻ്റെ ഓർമ്മ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അതിനല്ലേ? അതെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും കേട്ടില്ല? ഉറക്കപ്പറ വിശ്വസിക്കേണ്ടതല്ലോ. അപ്പം വിശ്വാസം കൂടാതെ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ വിശ്വസിച്ച് നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുമ്പോൾ പ്രതിഫലവും ലഭിക്കുമെന്നുള്ള വിശ്വാസം നിന്റെ അകത്തുണ്ടായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ നിങ്ങളിലേക്ക് കൈമാറാനുള്ള ഒറ്റ സന്ദേശം, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായി യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ധൈര്യസമേതം മുമ്പോട്ട് പോകാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ജോലി ഇല്ലാത്തതല്ല നിന്റെ പ്രശ്നം, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രശ്നമായി മാറട്ടെ. ആരോഗ്യം ഇത്ര കുറഞ്ഞാലും വിശ്വസിക്കണം ദൈവത്തിൽ. പണം ഇത്തിരി കുറഞ്ഞാലും വിശ്വസിക്കണം ദൈവത്തിൽ. അഭിവൃദ്ധി ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കണം. വിചാരിച്ച ശുഭഭാവി ലഭിച്ചില്ലെങ്കിലും വിശ്വസിക്കണം ദൈവം അത് ചെയ്തു തരുമെന്ന്. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? കർത്താവ് ശിഷ്യന്മാർ, കർത്താവേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട്? എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം, വിശ്വാസം വർദ്ധിച്ചാണ്ടല്ലോ ഇന്ന് ഇരിക്കുന്ന ഈ അവസ്ഥയായിരിക്കില്ല മഹനീയൻ ടെൽഫോർഡ്. ഉറപ്പായിട്ടും വിശ്വാസം വർദ്ധിച്ച ജിജോബത ഈ ഇരിപ്പിരിക്കത്തില്ല. ഈ വിശ്വാസം വർദ്ധിച്ച ഈ ഇരിപ്പിരിക്കത്തില്ല ഉറപ്പായിട്ടും. കാരണം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും.
നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. വിശ്വാസത്തോടെ ചിലതിൻ്റെ മേൽ കൈവയ്ക്കും, പോയിട്ട് വിശ്വാസത്തോടെ ചിലതിനോട് പറയും, പ്രഖ്യാപിക്കും. ഇന്ന് പകൽ അങ്ങനെ ഒരു ആത്മതലം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എത്ര പേർ പ്രാർത്ഥിക്കാൻ കണ്ണുകളെ കടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, എൻ്റെ വിശ്വാസം ഇന്ന് പകൽ വർദ്ധിക്കട്ടെ, എൻ്റെ വിശ്വാസം വർദ്ധിക്കട്ടെ, എൻ്റെ വിശ്വാസത്തൊന്ന് വർദ്ധിപ്പിക്കണം. എൻ്റെ വിശ്വാസം കഴിഞ്ഞ നാളുകളേക്കാൾ കൂടുതലായിട്ട് വർദ്ധിക്കണം. ചിലതിനോട് പ്രഖ്യാപിക്കണം, ചിലതിനോട് പറയാനുള്ള അധികാരത്തിൻ്റെ വിശ്വാസം പരിണമിക്കണം, അത് വർദ്ധിക്കണം. മൊട്ടത്തോട് പോലെ അതിനകത്ത് മാത്രം ഇരിക്കാനോ ജീവൻ പ്രാപിച്ചു വെളിയിൽ വരണം ആ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സഭ വിശ്വാസത്തോടെ എഴുന്നേൽക്കട്ടെ, കുടുംബങ്ങൾ വിശ്വാസത്തോടെ എഴുന്നേൽക്കട്ടെ, സഹോദരി സഹോദരന്മാർ വിശ്വാസത്തോടെ എഴുന്നേൽക്കട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. യേശുവിൻ്റെ കൂടെ നടന്ന വ്യക്തിയായിരുന്നു തോമസ്. പക്ഷേ തോമസ് പറഞ്ഞ സെൻറ്റൻസ് ഉണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാതെ. എൻ്റെ പൊന്നു ദൈവമക്കളെ, മഹനീയൻ 12 ഒറ്റ കുഞ്ഞു പോലും അങ്ങനെയാകരുത്. എടുത്ത് ചാടി വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹമായി മാറട്ടെ. എനിക്ക് പത്രോസിനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി തള്ളി പറഞ്ഞിട്ടും കർത്താവിൻ്റെ നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വിശ്വാസത്തിനകത്തോട്ട് കയറിയിട്ട് പറയാം, അപ്പം നീ സകലം അറിയുന്നു. ഇന്ന് പകലിൽ എന്നെ അവൻ്റെ കരത്തിലോട്ട് കൊടുത്തിട്ട് ഞാൻ ഇത്രയൊന്നും ആയിട്ടില്ല, എനിക്കിതൊന്ന് വർദ്ധിപ്പിച്ച് തരണമെന്ന് പറയാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ഞാൻ ഇന്ന് പകലിൽ ഇവിടെ നിന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തെപ്പറ്റി പറയാനൊന്നല്ല ഞാൻ വന്നത്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. നിങ്ങളോട് പറഞ്ഞത് ഒരു മനുഷ്യനല്ല ഈ വാഗ്ദത്തം പറഞ്ഞത്, നിങ്ങളോട് വാക്ക് പറഞ്ഞത് കർത്താവാണെങ്കിൽ അത് ഞാൻ കണ്ടിരിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം ഹൃദയത്തിനകത്തുണ്ടാകണം. അതിൻ്റെ പേരാ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുമെന്ന്. നിന്നുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ നിറവേറാൻ ഒരു സാധ്യതകളും ഇല്ലെങ്കിലോ പറഞ്ഞ ദൂത് കൈമാറിയ അഭിഷിക്തൻ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടാലും, പക്ഷെ ഇന്ന് പകലിൽ കേൾവിക്കാരായി നിങ്ങളോട് വിളിച്ചു പറയാനുള്ള ഒന്ന് സന്ദേശം, ആരും മാറിയാലും ആരും മാറ്റപ്പെട്ടാലും ഞാൻ നഷ്ടബോധം വന്നാലും നിന്നോട് പറഞ്ഞ ദൂത് കൈമാറാതെ ഈ രാജ്യം വിടത്തില്ലെന്ന്, ഈ സഭ വിടത്തില്ലെന്ന്, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ലെന്നുള്ള ഉറച്ച ബോധ്യമുള്ള അകത്തളങ്ങളിലുള്ളവർ ആ കാര്യങ്ങളൊക്കെ ഉയർത്തി ശക്തിയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറ. അപ്പാ, നീ ചെയ്ത ഉപകാരങ്ങൾക്ക്, നീ ചെയ്ത നന്മകൾക്ക്, നീ ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി പറയുകയോ. ദൈവിക ശബ്ദമായി ഈ രാജ്യത്ത് വന്നതെങ്കിൽ, ദൈവത്തിന്റെ കൃപയാലെ ഈ രാജ്യത്ത് വന്നെങ്കിൽ, ഈ രാജ്യത്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളത് ദൈവം അതത് സമയത്ത് ചെയ്തെടുക്കുമെന്ന് വിശ്വസിക്കുവാൻ ശക്തി ഉണ്ടെങ്കിൽ ആമേൻ പറ. ദൈവത്തിന്റെ വാഗ്ദത്തം ഈ രാജ്യത്ത് നിന്നിലൂടെ നിറവേറട്ടെ. യേശുവിന്റെ നാമത്തിൽ ലോകം നിന്നെ നോക്കി വിധി പറയും, അവന്റെ തലമുറ നശിച്ചു പോകുമെന്ന്. ഈ രാജ്യത്ത് വന്ന തലമുറ നശിക്കുമെന്ന് ആരൊക്കെ വിധി പറഞ്ഞാൽ ആത്മനിറവ് പ്രാപിച്ച നീ അവനെ നോക്കി വിളിച്ചു പറ, എന്റെ തലമുറ ഇവിടെ ജീവിക്കും, അവൻ വാഗ്ദത്ത സന്തതിയോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാച് പറഞ്ഞോട്ടെ ഇവന്റെ തലമുറ നശിച്ചു പോകുമെന്ന്. ആത്മനിറവ് പ്രാപിച്ച വിശ്വാസത്തോടെ വിളിച്ചു പറയാം, എന്റെ തലമുറ ദൈവത്തെ സേവിക്കുന്നവനായി മാറും, എന്റെ തലമുറ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവനായി മാറുമെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സാഹചര്യങ്ങൾ മാറി ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ബുദ്ധി പറഞ്ഞാലോ, ഇവിടെ താമസിക്കുന്നത് നഷ്ടബോധമാണെന്ന് ബുദ്ധി പറഞ്ഞാലോ, ആത്മനിറവ് പ്രാപിച്ചത് വിശ്വാസത്തെ വിളിച്ചു പറ. ഏത് പ്രതിസന്ധി വന്നാലോ, എന്റെ PR പ്രശ്നം വന്നാലോ, എന്റെ വിസയ്ക്ക് പ്രോബ്ലം വന്നാലോ, എന്നോട് പറഞ്ഞ ദൂത് ഇവിടെ നിർത്തുമെന്നാണെങ്കിൽ, ഇവിടെ നിന്ന് ഉറപ്പിക്കുമെന്നാണെങ്കിൽ അത് എന്റെ ജീവിതത്തിനകത്ത് നിവർത്തീകരിക്കപ്പെടുമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏത് പ്രോബ്ലം വന്നോട്ടെ, ഏത് പ്രതികൂല കാലാവസ്ഥകൾ വന്നോട്ടെ, ഏത് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതായിക്കോട്ടെ, ജോലിയിലുള്ള പ്രശ്നമൂല സ്ട്രഗിൾ അനുഭവിച്ചോട്ടെ, ഇന്ന് പകല് അതിനകത്ത് നിന്നുകൊണ്ട്, പ്രതിസന്ധിക്കകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയണം, എന്റെ ദൈവത്താൽ അത് സാധിക്കും, എന്റെ ദൈവത്താൽ അത് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കണ്ണുകളുടെ ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പാ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരം ചലിക്കട്ടെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. അപ്പാ, ഞങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ പ്രശ്നങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ കവിയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ ക്ഷീണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾ കാണാതെ ചിലത് വിശ്വസിക്കാൻ പ്രയാസമുള്ളവരാ, കാണാതെ ചിലത് പ്രവർത്തിക്കാൻ, സ്റ്റെപ്പുകൾ വയ്ക്കാൻ പ്രയാസമുള്ളവരാ. പക്ഷെ ഇന്ന് പകലിൽ അങ്ങിൽ അടിയുറച്ച് വിശ്വസിക്കാൻ അബ്രഹാം കാണാത്തത് ഒന്നിനു വേണ്ടി പുറപ്പെടാൻ തയ്യാറായി. നോഹ ഇന്ന് വരെ കാണാത്ത ചിലതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി. കർത്താവേ, അങ്ങനെ ഒരു ആത്മശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നിറച്ചാട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.